കണ്ണൂർ ശ്രീകണ്ഠാപുരം ചന്ദ്രക്കാംപാറയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. കാട്ടാനശല്യം രൂക്ഷമാണെന്ന് പലതവണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതാണ് നാട്ടുകാരുടെ എതിർപ്പിന് കാരണം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം അനുവദിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ശ്രീകണ്ഠാപുരം ചന്തക്കാംപാറയിലെ ഷിമോഗ കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന കിണറ്റിൽ വീണത്. ആനയെ കരയ്ക്ക് കയറ്റാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ശ്രമം ഫലം കണ്ടില്ല. ഇതോടെ ഫയർഫോഴ്സ് ജീവനക്കാരെയും കൂട്ടി ഇന്ന് പുലർച്ചെയോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതോടെയാണ് എതിർപ്പുമായി നാട്ടുകാരെത്തിയത്. ഒരാഴ്ചയായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. ജനപ്രതിനിധികളും DFOയും എത്തി കാട്ടാനശല്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകാതെ രക്ഷാപ്രവർത്തനം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. 3 വർഷം കഴിഞ്ഞിട്ട് 4ാമത്തെ വർഷമാണ് മനുഷ്യർ ഇവിടെ ഈ കാട്ടാനശല്യം കൊണ്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. ആനയുടെ ജീവന് വിലയുണ്ട്, മനുഷ്യജീവന് എന്തുകൊണ്ട് വിലയില്ല? കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആര് വന്നാലും വന്നിട്ട് കയറ്റിക്കൊണ്ട് പോയാൽ മതി. അതുവരെ ആന കുഴി കിടക്കട്ടെ. കാട്ടാനശല്യം ആവർത്തിക്കാതിരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ്, കിടങ്ങുകൾ എന്നിവ നിർമ്മിക്കുക, ഫെൻസിംഗ് സംരക്ഷിക്കാൻ ആളെ നിയമിക്കുക, കാട്ടാനാക്രമണത്തിൽ വിള നശിച്ചതിനുള്ള നഷ്ടപരിഹാരം 7 ദിവസത്തിനകം വിതരണം ചെയ്യുക, രക്ഷപ്പെടുത്തിയ ആനയെ കർണാടക ഫോറസ്റ്റിലേക്ക് കയറ്റിവിടുക എന്നിവയാണ് നാട്ടുകാർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ. പോലീസ്, ഫയർഫോഴ്സ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.